എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സീഡ്സുകളെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ സീഡ്സുകൾ എന്ന് പറയുമ്പോൾ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്സ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി എന്താണ് എന്നുള്ളത് ആസ് എ ഡയറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചിയ സീഡ്സ് എന്ന് പറയുന്നത് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചിയ സീഡ്സ് എന്ന് പറയുന്നത് അഫ്കോഴ്സ് അതിൽ ഫൈബർ ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ ഈ ഫ്ലാക്സ് സീഡും പംകിൻ സീഡിനൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഫൈബർ കുറവാണ് ചിയ സീഡ്സ്. എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താൽ ഗുണം കിട്ടില്ല എന്നല്ല, പക്ഷേ ചിയ സീഡ്സ് മാത്രം ഇട്ട് ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചാൽ 2 ലിറ്റർ വെള്ളം കുടിച്ചാൽ വെയിറ്റ് കുറയും എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒരിക്കലും നമുക്ക് അങ്ങനെ വെയിറ്റ് കുറയില്ല. ചിയ സീഡ് നമ്മൾ എല്ലാ ദിവസവും വെള്ളത്തിലിട്ട് കുടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയാൻ പോകുന്നില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു സീഡ്സും അത് മാത്രം നിങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയില്ല. ഇപ്പോൾ എനിക്ക് പിന്നെ പറയുമ്പോൾ നിങ്ങൾ ഒരു ദിവസം 2 ടേബിൾ സ്പൂൺ വെച്ച് ഫ്ലാക്സ് സീഡ് കഴിച്ചോളൂ, അങ്ങനെയല്ല. നമ്മൾ ആ ഒരു സീഡ്സിനോടൊപ്പം നമ്മൾ കഴിക്കുന്ന ബാക്കി ഫുഡ്സുകൾ എന്തൊക്കെയാണ് അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആക്ച്വലി നമുക്ക് വെയിറ്റ് ലോസ് കിട്ടുന്നത്. ഇതൊരു റിയാലിറ്റിയാണ്, ഇതാണ് സത്യം. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് ഈ ലോകത്ത് ഒരു ഫുഡും തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ടോ ഒരു ഫുഡോ വെയിറ്റ് കൂട്ടാനായിട്ടോ ഒരു ഫുഡ് ഇല്ല. അങ്ങനെ ഒരു ഫുഡ് ഇല്ല കേട്ടോ, ലോകത്തില്ല. അപ്പോൾ നമ്മൾ എല്ലാ ഫുഡും വെയിറ്റ് ലോസ് ചെയ്യാനും ഉപയോഗിക്കാം, വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഉപയോഗിക്കാം. സീരിയസ്ലി ഇപ്പോൾ നമുക്ക് ആപ്പിൾ, അതൊരു ഷുഗർ ലെവൽ കുറഞ്ഞ ഫ്രൂട്ടാണ്. അത് വെയിറ്റ് ലോസിനും കൊടുക്കുന്നുണ്ട്, ഡയബറ്റീസുകാർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ, വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്ക് ആപ്പിൾ കഴിക്കാൻ പാടില്ല, ആപ്പിൾ കഴിച്ചാൽ വെയിറ്റ് കുറഞ്ഞു പോകുമോ? അല്ല. നമ്മൾ അതിനോട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും നമ്മൾ ഏത് ടൈമിലാണ് കഴിക്കുന്നത്, ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം അത്രയും ക്രൂഷ്യലാണ്. നമുക്ക് വെയിറ്റ് ഗെയിനിനും വെയിറ്റ് ലോസിനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബാക്കി ചിലപ്പോൾ ക്വാണ്ടിറ്റി വരെ ചിലപ്പോൾ സെയിം ആയിരിക്കും, പക്ഷേ ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇന്ന് ഞാൻ സീഡ്സിനെ പറ്റിയാണോ പറയുന്നത്. അപ്പോൾ സീഡ്സ് നമുക്ക് ഒരുപാട് പേരുടെ സംശയമാണ്, ഈ സീഡ്സുകളൊക്കെ വറുത്ത് കഴിക്കണോ, പൊടിച്ചു കഴിക്കണോ, വെള്ളത്തിലിട്ട് കഴിക്കണോ? ഒരുപാട് പേര്, ഒരു ഫ്ലാക്സ് സീഡിൻ്റെ വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിലും എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന കമൻസുകളും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്, വെള്ളത്തിലിടണോ എന്ന് ചോദിക്കുന്നത്. ഞാൻ അതിൽ ഓൾറെഡി തന്നെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കാര്യം നമ്മൾ ഈ ഫൈബർ എന്ന് പറയുന്ന പൊടിച്ചൊന്നും വയ്ക്കാൻ പാടില്ല കേട്ടോ. ഫൈബർ പൊടിച്ചു കഴിഞ്ഞാൽ അതിൽ ഫൈബർ മുറിഞ്ഞു പോകും. ഈ സീഡ്സുകളെല്ലാം തന്നെ ഹൈ ക്വാണ്ടിറ്റി ഓഫ് ഫൈബറാണ്. അപ്പോൾ ഈ പംകിൻ സീഡ് 1 ടേബിൾ സ്പൂൺ, ഫ്ലാക്സ് സീഡ് 1 ടേബിൾ സ്പൂൺ, സൺഫ്ലവർ സീഡ് 1 ടേബിൾ സ്പൂൺ, അത്രയും നോർമൽ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് സാലഡ്സ് കഴിക്കുമ്പോൾ അതിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കാം. ഇല്ല, നമ്മൾ ജസ്റ്റ് സ്മൂത്തി ഒക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ മുകളിൽ സ്മൂത്തിയിൽ ഇട്ട് ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. സ്മൂത്തീസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ ശേഷം ലാസ്റ്റ് അതിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. എന്തിനാ, നോർമലായിട്ട് നമുക്ക് ചവച്ചരച്ച് കഴിക്കാം. ഇതെല്ലാം തന്നെ ഈ സീഡ്സുകൾ നമുക്ക് പറ്റുന്നതാണ്. ഇനി കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പംകിൻ സീഡ് കൊടുക്കാം. ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ 1.5 വയസ്സ് 2 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു പംകിൻ സീഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അത് ചവച്ചരച്ച് കഴിക്കും. സോ അത് മുതൽ തന്നെ നമുക്ക് പംകിൻ സീഡ് എന്ന് പറയുമ്പോൾ ഹൈ പ്രോട്ടീനാണ്, ഹൈ ഫൈബറാണ്. ഫ്ലാക്സ് സീഡ് പറയുവാണെങ്കിൽ അതിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ omega-3 സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുന്നില്ലേ, അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്ലാക്സ് സീഡ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കോൺസ്റ്റിപ്പേറ്റഡ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് വെയിറ്റ് ലോസ് അങ്ങനെയല്ല, എല്ലാ വിഭാഗക്കാർക്കും ഏത് ഡിസീസ് കണ്ടീഷൻ ആയാലും അല്ലെങ്കിൽ നോർമൽ പേഴ്സൺ ആയാലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സീഡ്സുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നൈറ്റ് നമ്മൾ ഡിന്നറൊക്കെ കഴിക്കില്ലേ, അതിൻ്റെ കൂടെ ആ ഫുഡിൻ്റെ കൂടെ ഇട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുകയോ ചെയ്യാം. വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല, പൊടിക്കേണ്ട ആവശ്യമില്ല. എടുത്ത് പറയുകയാണ് ഡയറക്റ്റ് കഴിച്ചാൽ മതി. എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫൈബർ മൊത്തം നമുക്കത് കിട്ടുള്ളൂ. സോ അത് കോൺസ്റ്റിപ്പേഷൻ തടയുകയും നമുക്ക് മോഷൻ നന്നായിട്ട് പോകാനായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ സ്കിൻ കെയർ ഡയറ്റിനായാലും ഏതിനായാലും നമുക്ക് എല്ലാ കാറ്റഗറിക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഈ ഒരു ഫ്ലാക്സ് സീഡ് നമ്മൾ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒരു ന്യൂട്രിയൻറ്റ് മാത്രമല്ല നമ്മളെ ബോഡിക്ക് എടുക്കുന്നത്. നമ്മളെ ബോഡിക്ക് അകത്ത് പോയിട്ട് നമുക്കിപ്പോൾ ഒബീസിറ്റി ഉള്ള ആളാണെങ്കിൽ നമുക്ക് എക്സസ് ആയിട്ടുള്ള ഫാറ്റ് അങ്ങ് ലൂസായി പോകും. എന്ന് വെച്ചിട്ട് ഒരു ലീൻ ആയിട്ടുള്ള ഒരാൾ ഫ്ലാക്സ് സീഡ് ഒരു തവണ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മെലിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിൽ നിന്നുള്ള omega-3 ആ ബോഡിയിൽ അബ്സോർപ്ഷനാണ്. സോ നമ്മളൊരു സാധനം കഴിക്കുമ്പോൾ അതിൽ നിന്ന് എന്താണോ നമ്മളെ ബോഡിക്ക് വേണ്ടത് അതാണ് ബോഡി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവറായിട്ട് ഇപ്പോൾ ഒരു ലീനായിട്ടുള്ളവർ ഓവറായിട്ട് ഇങ്ങനെ ഒരു 4, 5, 6 ടേബിൾ സ്പൂണൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന മെലിയും. ഓക്കെ, സോ എല്ലാ ഫുഡും എല്ലാവർക്കും കഴിക്കാം, മോഡറേറ്റ് ആയിട്ട് കഴിക്കാം. ഏത് ടൈമിലാണെന്നുള്ളത് ഓരോരുത്തരും ജോലി അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവർ എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്, എത്ര എനർജിയാണ് അവർ യൂസ് ചെയ്യുന്നത്, ഇതനുസരിച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടോ. സോ അതിങ്ങനെ കൂടുതലായിട്ട് കഴിക്കുക, ഇത് കഴിച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നിങ്ങൾ പോയി വീഴരുത്. വെറുതെ എൻ്റെ അടുത്ത് ഇവിടെ വന്ന പേഷ്യൻ്റ് പറഞ്ഞിട്ടുണ്ട്, 2, 3, 4 ബോട്ടിൽ ചിയ സീഡ് കഴിഞ്ഞു, ബോട്ടിൽ മാത്രം കാലിയാവുന്നു, പക്ഷേ എൻ്റെ വയറിനൊന്നും ഒരു മാറ്റവും ഇല്ല എന്നുള്ളത്. സോ ഇത് റിയാലിറ്റിയാണ്. എല്ലാം മോഡറേറ്റ്
നോക്കിയിട്ട് കഴിച്ചിട്ട് ബാക്കിയുള്ള ഫുഡ്സും കൂടെ നിങ്ങൾ നോക്കിയിട്ട് കഴിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് എഫക്റ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇൻഫർമേഷൻസ് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.